റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ഒരു ഉറുമ്പിൻ്റെ കാലടിപ്പാടിനോളം ഹൃദയത്തിൽ അഹങ്കാരം ബാക്കിയുള്ളവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ഇത് കേട്ടപ്പോൾ സഹാബിമാരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയമായിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന റജുൽ യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസന. തൻ്റെ വസ്ത്രം ഭംഗിയുള്ളതാകാനും ഭംഗിയുള്ള ചെരുപ്പ് ധരിക്കാനും ഒക്കെ ആളുകൾ ആഗ്രഹിക്കാറുണ്ടല്ലോ. ഈ പറഞ്ഞതെല്ലാം അഹങ്കാരത്തിൻ്റെ പരിധിയിൽപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഭംഗിയുള്ളവനാണ്, അങ്ങേയറ്റം ഭംഗിയുള്ളവനാണ് അല്ലാഹു. യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അൽ കിബ്റു ബതറുൽ ഹഖി വഗംതുൻ നാസ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇകഴ്ത്തി കാണിക്കലും സത്യത്തെ നിരാകരിക്കലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹത്തരമായ അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനോഹരമായ ഒരു നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ഇന്നല്ലാഹ ജമീൽ, അല്ലാഹു അതീവ ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, തൻ്റെ സൃഷ്ടികളിൽ ഭംഗിയുണ്ടാകുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണങ്ങളെല്ലാം മനോഹരമാണ്. ഏറ്റവും ഭംഗിയുള്ള വിശേഷണങ്ങളല്ലാതെ അള്ളാഹുവിനില്ല. സർവ ഭംഗിയും അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളിലും ചിന്തിക്കുന്ന ഏതൊരാൾക്കും പ്രകടമായി കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഗാഫിർ അത് ആരംഭിച്ചത് തന്നെ ഇപ്രകാരമാണ്. അള്ളാഹു പറയുന്നു, ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. ഇതാ ഈ വേദഗ്രന്ഥം എല്ലാം അറിയുന്നവനായ മഹാപ്രതാപവാനായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഗാഫിരിദ് ദംബി ഖാബിലിത് തൗബി ഷദീദ് وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് ആ പറഞ്ഞതെല്ലാം. ഗാഫിരിദ് ദംബ്, പാപങ്ങൾ ധാരാളമായി പൊറുക്കുന്നവനാണ് അവൻ. അള്ളാഹുവിനോളം പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരാളുമില്ല. വഖാബിലിത് തൗബ്, ഒരു അടിമ ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചാൽ അത് സ്വീകരിക്കാൻ അങ്ങേറ്റം ആഗ്രഹമുള്ളവനാണ് അവൻ. അതോടൊപ്പം ഷദീദുൽ ഇഖാബ്, തിന്മകൾ ചെയ്തവരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അവൻ. ദിത്തൗൽ, തൻ്റെ അടിമകൾക്ക് ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ അവസാനമില്ലാതെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നവനാണ് അവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധനക്ക് അർഹനായ ഒരാളുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലില്ലാഹിൽ മസലുൽ അഅ്ലാ. അല്ലാഹുവിനാകുന്നു ഏറ്റവും ഉന്നതമായ ഏറ്റവും മഹത്തരമായ വിശേഷണങ്ങളുള്ളത്. അവൻ്റെ ഓരോ വിശേഷണങ്ങൾ എടുത്തു പരിശോധിച്ചാലും മനോഹരമായ ഭംഗിയുള്ള അവസാനിക്കാത്ത നന്മകൾ നിലനിൽക്കുന്ന വിശേഷണങ്ങളാണ് അള്ളാഹുവിൻ്റേത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അവ അങ്ങേറ്റം മനോഹരമാണ്.
അവൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റത്തെ യുക്തിയും നന്മയും സൃഷ്ടികൾക്കുള്ള പ്രയോജനങ്ങളും നീതിയും കാരുണ്യവും ഓരോരുത്തർക്കും പ്രകടമായി മനസ്സിലാകുന്നതാണ്.